മുസ്ലിം ലീഗ് നടത്തുന്ന ആക്രമണം നാടിന്റെ സമാധാനം തകർക്കുന്നതായി SDPI നേതാക്കൾ വടകരയിൽ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. വടകരയുടെ വിവിധ ഭാഗങ്ങളിലുണ്ടായ അക്രമ സംഭവങ്ങളിൽ പ്രതികളെ പോലീസ് ഉടൻ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ വൻ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുമെന്നും നേതാക്കൾ അറിയിച്ചു. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. മുസ്ലിം ലീഗ് നടത്തുന്ന ആക്രമണം നാടിന്റെ സമാധാനം തകർക്കുന്നതായും മറ്റൊരു പാർട്ടിയെയും പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്ന ലീഗ് നിലപാട് ശരിയല്ലെന്നും SDPI നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. വടകരയുടെ വിവിധ ഭാഗങ്ങളിലുണ്ടായ അക്രമ സംഭവങ്ങളിലെ പ്രതികളെ പോലീസ് ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും അല്ലാത്തപക്ഷം വൻ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുമെന്നും നേതാക്കൾ അറിയിച്ചു. അഴിയൂരിൽ ലീഗിന്റെ ഭരണം നഷ്ടപ്പെട്ടതിന്റെ പേരിൽ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സമാധാനം തകർത്തുകൊണ്ടിരിക്കുന്നതിന് മുസ്ലിം ലീഗ് ജനങ്ങളോട് മറുപടി പറയേണ്ടി വരുമെന്നും നാടിന്റെ സമാധാനം തകർക്കുന്ന അക്രമികൾക്കെതിരെ പോലീസ് ഉണർന്ന് പ്രവർത്തിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. വടകര മേഖലയിൽ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ അക്രമ സംഭവങ്ങളാണ് നടന്നതെന്ന് നമുക്കൊക്കെ അറിയാം. മുസ്ലിം ലീഗിൻ്റെ ഭാഗത്ത് ഗുരുതരമായ രീതിയിൽ നാടിൻ്റെ സമാധാനം തകർക്കുന്ന തരത്തിൽ വളരെ പ്ലാനിംഗ് ആയ അക്രമം നടന്നിട്ടുണ്ട്. അതിൻ്റെ പേരിൽ അഴിയൂരിലും വടകര മുനിസിപ്പാലിറ്റിയുടെ പല പ്രദേശങ്ങളിലും വളരെ ക്രൂരമായ രീതിയിലുള്ള അക്രമങ്ങൾക്കാണ് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം ക്രിമിനലുകളെ വിട്ടുകൊണ്ട് നേതൃത്വം കൊടുത്തത്. ഇലക്ഷൻ റിസൾട്ട് വന്ന അന്ന് സ്വാഭാവികമായിട്ടും വിജയിച്ച സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരെ വിജയാഘോഷ റാലി നടത്തും. അങ്ങനെ SDPIയുടെ വിജയാഘോഷ റാലി അഴിയൂർ ചുങ്കത്ത് എത്തിയപ്പോൾ അതിനു മുമ്പിൽ ഇവർ തടയുകയാണ്. ചുങ്കത്തുനിന്ന് ആ പുയ്ത്തല ഭാഗത്തേക്ക് വാഹനങ്ങളെ കടത്തിവിടില്ല എന്ന ധിക്കാരപരമായ നിലപാട് സ്വീകരിക്കുകയും ആ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം അടക്കം മുമ്പിൽ നിന്നുകൊണ്ട് ആ സമീപനം സ്വീകരിക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. വളരെ ശക്തമായ രീതിയിൽ ഞങ്ങൾ സംയമനം പാലിച്ചില്ലായിരുന്നുവെങ്കിൽ വലിയൊരു സംഘർഷത്തിലേക്ക് പോകുമായിരുന്നു ആ ചുങ്കൻ ടൗൺ. പക്ഷേ SDPIയുടെ നേതൃത്വം അവിടെ ഇടപെട്ടുകൊണ്ട് കൃത്യമായി നമ്മളവിടെ നിന്ന് തിരിഞ്ഞു വരികയാണ് ഉണ്ടായത്. ഇത് നാടിൻ്റെ സമാധാനം ഓർത്തിട്ടാണ്. അവിടെ അതിനിടയിൽ SDPIയുടെ ഇപ്പോഴത്തെ വാർഡ് മെമ്പറായ സവാദിനെയും കയ്യേറ്റം ചെയ്തിട്ടുണ്ട്. അന്ന് രാത്രി ആ ഇലക്ഷൻ്റെ ദിവസം അന്ന് രാത്രി നമ്മുടെ സാലിം അഴിയൂരിനെ നമുക്കറിയാം, അഴിയൂരിൽ പാർട്ടിയെ കെട്ടിപ്പടുക്കുന്നതിലും വലിയ പ്രവർത്തനം കാഴ്ചവെച്ച ഒരുപാട് ത്യാഗം അനുഭവിച്ച മുസ്ലിം ലീഗിൻ്റെ കണ്ണിലെ കരടായ ഒരു പ്രവർത്തകനാണ് സാലിം അഴിയൂർ എന്നുള്ളത്. മുൻ വാർഡ് മെമ്പറാണ്. അദ്ദേഹത്തെ അന്ന് ഇലക്ഷൻ റിസൾട്ടിന് അന്ന് രാത്രി 10 മണിക്ക് 8ഓളം മുസ്ലിം ലീഗിൻ്റെ ക്രിമിനലുകൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഇരുമ്പ് വടികളും മറ്റു മാരകായുധങ്ങളുമായി ആക്രമിക്കുക. അത് മനസ്സിലാക്കേണ്ട കാര്യം, അതിൽ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ സമയത്ത് ഒരു എന്തും തള്ളം നടന്നൊരു വിഷയമല്ല. യഥാർത്ഥത്തിൽ പ്ലാനിംഗ് ആയി അതിൻ്റെ പിന്നിൽ കൃത്യമായ ഗൂഢാലോചന നടത്തി ഇരുമ്പ് പൈപ്പും മറ്റു മാരകായുധങ്ങളുമായി കൃത്യമായി മർദ്ദിക്കാനുണ്ടായത്. അതിൻ്റെ പിന്നിൽ വലിയൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ വലിയ മറ്റു മാധ്യമങ്ങൾ പോലും അന്നത്തെ CCTV ദൃശ്യം നമ്മൾ കണ്ടിട്ടുണ്ട്. സാലിം വീഴുന്നതും വീണിട്ടും വിടാതെ ഇരുമ്പ് പൈപ്പുമായി പിന്നാലെ ഓടുന്ന രംഗമൊക്കെ നമ്മൾ CCTVയിൽ കണ്ടതാണ്. പക്ഷേ ഈ സംഭവം നടന്നിട്ട് ഇപ്പോൾ ഏകദേശം 2 ആഴ്ചയോളം ആകുകയാണ്. ഈ 2 ആഴ്ച കഴിഞ്ഞിട്ടും ഇപ്പോഴും ആകെ ഒരു മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനം മാത്രമേ ഇതുവരെ അറസ്റ്റ് ചെയ്തുള്ളൂ. അതിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട്, അതിൽ വാഹനം ഉപയോഗിച്ചിട്ടുണ്ട്, അതിൽ നേതൃത്വത്തിൻ്റെ പങ്കുണ്ട്. ഇതൊക്കെ അന്വേഷിച്ച് കൃത്യമായ നടപടി സ്വീകരിക്കേണ്ട പോലീസ് ഒരു നിസ്സംഗതയാണ് തുടരുന്നത്. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.